ഈ സാധാരണ നമ്മൾ ഈ ഒരു 2 ടേം മുൻപ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞു വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോളിംഗ് ശതമാനം അങ്ങോട്ട് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത് UDF-നും കുറയുന്നത് LDF-നും സഹായകരമാകും എന്നുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ സാഹചര്യത്തിലൊക്കെ വലിയ മാറ്റം സംഭവിച്ചു. എന്താണ് സംഭവിക്കുന്നതൊക്കെ നമ്മൾ അന്ന് വിലയിരുത്തിയിരുന്നു. ഇത്തവണ NDA എന്ന ശക്തമായ ഒരു സാന്നിധ്യം കൂടി കേരളത്തിൽ ഉള്ള ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ത്രികോണ പോരാട്ടമൊക്കെ പല മണ്ഡലങ്ങളിലും ആ ഒരു പ്രതീതിയെങ്കിലും അവർ ജനിപ്പിച്ച പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ ഈ പോളിംഗ് ശതമാനത്തിലെ ഈ അമ്പരപ്പിക്കുന്ന ഒരു കുറവ് എങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സർ ജോർജ് പൊടിപ്പാറ, കേൾക്കാമോ എന്റെ ചോദ്യം? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിൽ ഉടനീളം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഈ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട് 2019 അപേക്ഷിച്ച്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ വോട്ടർമാരുടെ ഒരു വൈമുഖ്യമാണോ, അതോ മറ്റേതെങ്കിലും കാരണവശാൽ ഒരു മരവിപ്പ് ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടോ? അതുമല്ല എന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ വ്യക്തമായ ഒരു ശുദ്ധീകരണം നടക്കാതെ പോയതാണോ? അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 3-4 അല്ലെങ്കിൽ 5 വർഷ കാലയളവിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും വൻതോതിൽ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തി കാണുന്ന പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം നിയോജകമണ്ഡലങ്ങളിലൊക്കെ വൻതോതിൽ യുവാക്കളുടെ ഒരു കുടിയേറ്റം കാനഡയിലേക്കും അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട്, ജർമ്മനി ഇങ്ങനെ ഈ തുടങ്ങിയ മേഖലകളിലേക്ക് വൻതോതിൽ ഒരു കുടിയേറ്റം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പഠിക്കാനായിട്ടും ജോലിയായിട്ടും മറ്റു രീതിയിലും. അതുപോലെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും അടക്കമുള്ള IT നഗരങ്ങളിലേക്കും വൻതോതിൽ ചെറുപ്പക്കാരുടെ ഒരു മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഇവരാരും പഴയ പോലെ ആവേശത്തിൽ ഒരുപക്ഷെ തിരിച്ചു വന്ന് ഈ വോട്ടിംഗ് ഡേയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം വന്നു എന്ന് കരുതാൻ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വളരെ ചെറിയ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു 25-30 വോട്ടുകൾ നാട്ടിലില്ലാതെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു 10-40 വീടുകൾ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 10-20 വീടുകൾ എടുക്കുമ്പോൾ 30-40 വോട്ടുകൾ സ്ഥലത്തില്ലാത്ത ചെറുപ്പക്കാർ മുഴുവൻ പുറത്തു പോയിരിക്കുന്നു. അതുപോലെ തന്നെ പലരും മക്കളോടൊപ്പം ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ താമസമാക്കുന്നു. ഇങ്ങനെ ഒരു 30 വോട്ടുകളൊക്കെ അല്ലേ, അവരൊക്കെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നവരുമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഒരിക്കലും വോട്ട് കളയുന്നവരോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വൈവിധ്യമുള്ളവരോ അല്ല. പക്ഷെ സ്ഥലത്തില്ലാത്തത് കൊണ്ട്, അവർക്ക് പ്രായമായതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരാൻ കഴിയാത്തൊരു സാഹചര്യം. മക്കളാണെങ്കിൽ ജോലി ചെയ്യുന്നു, ആ ജോലി ഉപേക്ഷിച്ച ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് വരാൻ അവർക്ക് സാധ്യതയില്ല. പിന്നെ അത് കൂടാതെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വിശ്വാസ തകർച്ച, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തകർച്ച എല്ലാം കണക്കാ എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്ക് അവർ പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു അവിശ്വാസം ഈ മുന്നണികളോട് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ? നമുക്കറിയാം ഈ 3 മുന്നണികളും വലിയ അവകാശവാദം ആദ്യം മുതൽ തന്നെ ഉന്നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. പരമാവധി അവരുടെ വോട്ടുകൾ നിരവധി വിഷയങ്ങൾ, അവരുടെ വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ അവർ ശ്രമിക്കും. നിരവധിയായ വിഷയങ്ങൾ, വികസനമടക്കം രാജ്യം നേരിടുന്ന മറ്റു പല വിഷയങ്ങളടക്കം ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നെ വളരെ ഫലപ്രദമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമാണ് കടന്നുപോയത്. എന്നിട്ടും ഈ വിമുഖത എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, 2019 ഇത്ര ആവേശപൂർവ്വം വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ച വികാരം എന്താണ്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു തോന്നലിൽ അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു. അതുകൊണ്ട് മാത്രം ഇത്രമാത്രം ഒരു ഇളക്കം, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഓളത്തിൽ വന്ന ആളുകൾ വോട്ട് ചെയ്തു. ആ ഒറ്റ കാരണത്താൽ. അതല്ലെന്നുണ്ടെങ്കിൽ ശബരിമല വികാരത്തിന്റെ പേരിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുമുന്നണിയോട് ഒരു പ്രതികാരം, അവർക്കൊരു ഒരു താക്കീത്, അല്ലെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ആളുകൾ വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും എത്രത്തോളം നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഈ തവണത്തെ കാര്യം എടുത്തു നോക്കിയാൽ ആളുകളുടെ ഈ ഇത്രയും വിമുഖത വരാനിടയാക്കുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ എന്നത്തേക്കാൾ കൂടുതൽ പ്രചരണത്തിന് സമയം കിട്ടി. എല്ലാ മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായി പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങൾ, NDA ഇത്രമാത്രം വെല്ലുവിളി ഉയർത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ NDA വിജയസാധ്യത പോലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതിശക്തമായ പ്രചരണം അഴിച്ചുവിട്ട് 2 മുന്നണികൾക്കും വലിയ വെല്ലുവിളി, ചിലത്തെങ്കിലും ശക്തമായ മുന്നണികളെക്കാൾ മുൻപിൽ നിൽക്കുന്നു എന്നൊരു തോന്നൽ, ഇതൊക്കെ സൃഷ്ടിച്ചിട്ടും ഈ പറഞ്ഞ ഇതെല്ലാം ഉള്ള ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മുമ്പൊക്കെ ജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ BJPയോട് അനുഭാവമുള്ള വോട്ടർമാര്
പോയി ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് സാധ്യതയില്ല, അതുകൊണ്ട് എന്തിനു വെറുതെ മെനക്കെടുന്നു എന്ന രീതിയിൽ വോട്ട് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തവണ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അടക്കമുള്ള മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ജയസാധ്യത ഉണ്ട് എന്ന് അവർ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഒരു പരിധിവരെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേരളവും ആ സാധ്യത തള്ളിക്കളയാൻ തയ്യാറുമല്ല. സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിട്ട് ഈ മൂന്ന് മുന്നണികളും ഒരേപോലെ സകല ശക്തിയും സകല വിഭവശേഷിയും ഉപയോഗിച്ച് ദേശീയ നേതാക്കളുടെ വലിയ എന്താ പറയാ കൂട്ടം തന്നെ, ഒരു ഘോഷയാത്ര തന്നെ കേരളത്തിലേക്ക് ഉണ്ടായി. അവിടെയെല്ലാം റോഡ് ഷോകളിലൊക്കെ വൻ ജനപങ്കാളിത്തം, അതുപോലെ തന്നെ വലിയ ഒരു പൊതു സമ്മേളനങ്ങളിൽ ശ്രീ പിണറായി വിജയന്റെ പൊതുസമ്മേളനങ്ങൾക്ക് ആണെങ്കിൽ വലിയ ജനക്കൂട്ടം. അതിനു മുമ്പ് വേണ്ടത്ര ഗ്രഹപാഠം ചെയ്ത് എല്ലാ മുന്നണികളും, ഇപ്പൊ തൃശ്ശൂര് ഞാൻ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലാണെങ്കിൽ BJPയുടെ പ്രചരണം തുടങ്ങിയിട്ട് നാളെത്രയായി. അപ്പോ എല്ലാ അർത്ഥത്തിലും ഇത്രത്തോളം ശക്തമായ പ്രചരണം നടത്തിയിട്ട് ഇത്രയും വാശിയേറിയ ഒരു പോരാട്ടം നടന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവരുടെ ഭരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിലയിരുത്തലാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടും ഈ ആളുകൾ 5-6% ആളുകൾ 2019 അപേക്ഷിച്ച് വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ വ്യക്തമായ ഒരു ഉത്തരം പറയാൻ തീർച്ചയായും അത് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ വല്ലാതെ കുഴയ്ക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ